ഹരി ഓം. സംസ്കൃത ഭാഷാ സഹായിയുടെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും ഓണമൊക്കെ അടിച്ച് പൊളിച്ചല്ലേ? അപ്പോൾ ഇനി നമുക്ക് കേട്ടക് എക്സാമിനേഷന് വേണ്ടിയിട്ടുള്ള ക്ലാസ് കുറേ എടുത്തു. ഈ ഒരു ക്ലാസ്സും കൂടി കഴിഞ്ഞാൽ അത് നിർത്തുകയാണ് ഞാൻ. നിങ്ങളെല്ലാവരും പഠിച്ചൊക്കെ തീർന്നു കാണാം, സമയമൊക്കെ അടുത്തിരിക്കുകയല്ലേ എക്സാമിനേഷൻ്റെ. അപ്പോൾ ഇന്ന് നമുക്ക് പഠിക്കേണ്ടുന്നത് നോക്കിക്കോളൂ. ഞാൻ ക്ലാസ് എടുത്തിട്ടുള്ളതാണ് ഉച്ചാരണ സ്ഥാനങ്ങളൊക്കെ. ഈ ഉച്ചാരണ സ്ഥാനം പിന്നെ അഷ്ടാധ്യായി പഠിപ്പിച്ചവൻ പറഞ്ഞു. എൻ്റെ 77, 78 ക്ലാസ്സാണ് അത്. ഇത് കഴിഞ്ഞ് നിങ്ങളതൊന്ന് നോക്കുക. 77, 78 അഷ്ടാധ്യായി അതിനകത്ത് വിശദമായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ആദ്യം നമുക്ക് അകാരസ്യ ഉച്ചാരണ സ്ഥാനം ഏതാണ്? അകാരസ്യ എന്ന് പറഞ്ഞാൽ അകാരത്തിന്, ആയുടെ അകാരത്തിൻ്റെ ഉച്ചാരണ സ്ഥാനം എന്താണ്? അകുഹ വിസർജനീയനാം കണ്ഠഃ. കണ്ഠഹയല്ലേ? അപ്പോൾ ഇവിടെ എന്ത് ചെയ്യണം? നമ്മൾ കണ്ഠഃ എന്ന് എഴുതുക. കണ്ഠഃ. അകുഹ വിസർജനീയനാം കണ്ഠഃ എന്നാണ്. അടുത്തത് ഇച്ചു യശാനാം ഡാഷ്. ഇച്ചു യശാനാം താലു. ഇച്ചു യശാനാം താലു. ഇനി ഋകാരസ്യ ഉച്ചാരണ സ്ഥാനം. ഋകാരസ്യ ഋതു ഋഷാണാം മൂർധ എന്നാണ്. മൂർധാവുണ്ട്. ഋതു ഋഷ. അപ്പം ഋ എന്ന് പറയുന്നത് മൂർധ. മൂർധ. പിന്നെ തവർഗ ലകാരയോഹോ ഉച്ചാരണ സ്ഥാനം. തവർഗ ലകാരയോഹോ ഋതു ലസാനാം ദന്തഹയാണ്. തവർഗ ലകാരയോഹോ. തവർഗ ലകാരയോഹോ. എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ പല്ലുമായിട്ട് തച്ചു വരും അല്ലേ? തവർഗത്തിൻ്റെ. അപ്പോൾ ഋതു ലസാനാം ദന്തഹ. ലേത്ത്. അപ്പോൾ തകാരം എന്ന് പറയുന്നത് ദന്തഹയാണ്. ദന്തഹ. ഇനി വകാരസ്യ ഉച്ചാരണം. വ എന്ന് പറയുമ്പോൾ നമ്മൾ ചുണ്ട് കൊണ്ടാണ് ഉച്ചരിക്കുന്നത് അല്ലേ? വ. ചുണ്ട് മാത്രമല്ല, വ എന്ന് പറയുമ്പോൾ പല്ലും വരും. അപ്പം ദന്തോഷ്ടം. വകാരത്തിന് ദന്തോഷ്ടം. ദന്തോഷ്ട. ഇനി ഉകാരസ്യ. ഉ എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ചുണ്ട് മാത്രം, ചുണ്ട് ഒന്നിച്ച് വരികയില്ലേ? അപ്പോൾ ഊ എന്തെന്നാണ് പറയുന്നത്? ഉകാരസ്യ ഓഷ്ട. ഓഷ്ടം. ഓഷ്ടം ചുണ്ട്. ഓഷ്ട. ഇതാണ്. അപ്പോൾ ഇത് നിങ്ങൾ നല്ലോണം പഠിക്കുക. ഇനി അതുപോലെ അക്ഷരങ്ങൾക്ക് ഓരോന്നിനും പ്രത്യേകം പേരുകളും ഒക്കെ ഉണ്ട്. അതും കൂടി ഞാനൊന്ന് നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഇതെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഇപ്പോൾ ഇവിടെ വർഗാക്ഷരങ്ങൾ എന്ന് പറഞ്ഞാൽ വർഗം കവർഗഹ, ചവർഗഹ, പവർഗഹ ആ രീതി വരുന്ന അക്ഷരങ്ങളാണ്. കവർഗഹ എന്ന് പറഞ്ഞാൽ ക ഖ ഗ ഘ ങ. ചവർഗഹ എന്ന് പറഞ്ഞാൽ ച ഛ ജ ഛ ഞ. ടവർഗഹ എന്ന് പറഞ്ഞാൽ ട ഠ ഡ ഠ ണ. തവർഗഹ ത ഥ ദ ഥ ന. പവർഗഹ പ ഫ ബ ഫ മ. ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ വർഗാക്ഷരങ്ങളാണ്. ഈ വർഗാക്ഷരത്തിന് ഓരോന്നിനും ഓരോ പേരുണ്ട്. അതായത് ആദ്യം ഇങ്ങനെ വരുന്നു, ഇങ്ങനെ താഴോട്ട് ഓരോന്നും താഴോട്ട് നോക്കുമ്പോൾ ഇതെല്ലാം ഖരാക്ഷരങ്ങൾ എന്ന് പറയും. ഖരം എന്ന് പറഞ്ഞാൽ ഖരം നമ്മൾ പറയുമ്പോൾ തന്നെ കട്ടിയുള്ള വാക്കുകളൊന്നും അല്ലേ? കട്ടിയുള്ളത്. ഇനി അടുത്തത് വരുന്നത് അധിഖരം. അധിഖരം എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി കട്ടിയുള്ളത്. പറയുമ്പോൾ ഉച്ചരിക്കുമ്പോൾ കുറച്ചും കൂടി കട്ടിയായിട്ട് ഉച്ചരിക്കേണ്ടുന്നത്. അത് കഴിഞ്ഞിട്ട് മൃദു എന്ന് പറഞ്ഞാൽ മൃദുവായിട്ട് ഉച്ചരിക്കുക, സോഫ്റ്റായിട്ട് പറയുക. അങ്ങനെയുള്ളതാണ് ഇത്രയും. ഇനി ഘോഷ എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി നല്ല ശക്തിയായിട്ട് ഉച്ചരിക്കുക, ഏറ്റവും ശക്തിയായിട്ട് ഉച്ചരിക്കുക. ഘോഷിക്കുക എന്നല്ല, ഉദ്ഘോഷിക്കുക എന്നൊക്കെ പറയില്ലേ? അതുപോലെ ഘോഷം ഇത്രയും. അത് കഴിഞ്ഞിട്ട് അനുനാസികങ്ങൾ. നമ്മുടെ മൂക്കിൻ്റെ സഹായത്തോടു കൂടി ഉച്ചരിക്കുന്നതാണ് അനുനാസികങ്ങൾ. ഇത്രയുമാണ് ഇതിനകത്തുള്ളത്. അപ്പോൾ ഈ വർഗാക്ഷരത്തിൽ ഇത്രയും കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇപ്പം നോക്കാം, കവർഗാക്ഷരത്തിലെ മൃദുവായിട്ടുള്ള സ്വരം ഏത്? കവർഗത്തിലെ മൃദു ഏതാണ്? ഗായാണ്. അപ്പം ക ഖ ഗ ഖ ങ. അപ്പം ഗായാണ് മൃദു. അതുപോലെ വേറൊന്ന് പറയാം. തകാരസ്യ ഘോഷരൂപം. തകാരസ്യ ഘോഷരൂപം കിം എന്നൊരു ചോദ്യം ചോദിക്കണം. തകാരസ്യ ഘോഷരൂപം കിം. അപ്പോൾ തകാരം നോക്കൂ, ഇതല്ലേ തകാരം? ഘോഷം വരുമ്പോൾ ഖരം, അധിഖരം, മൃദു, ഘോഷം. അപ്പോൾ ത ഥ ദ ഥ. മനസ്സിലായില്ലേ? അപ്പം തകാരസ്യ ഘോഷരൂപം ഥകാരഃ.
അതുപോലെ ഓരോന്നിങ്ങനെ. അപ്പോൾ ഇതിങ്ങനെ മനസ്സിലാക്കി വയ്ക്കുക. ഖരം ഏതൊക്കെയാണ്, അതിഖരം ഏതൊക്കെയാണ്, മൃദു ഏതൊക്കെയാണ്, ഘോഷം ഏതൊക്കെയാണ്, അനുനാസികങ്ങൾ ഏതാണ്. ഇനി ടകാരസ്യ ടകാരസ്യ അല്ല ടവർഗസ്യ അനുനാസിക രൂപം കിം. ടവർഗം ഇതാണ്, അനുനാസികം വരുമ്പോൾ നകാരഹയാണ്. ഇനി കവർഗസ്യ മൃദു രൂപം കിം, മൃദു ഗ. ഇങ്ങനെ ഇത് നല്ലോണം പഠിക്കുക. മനസ്സിലായില്ലേ? ഇതും ആ അക്ഷരവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അടുത്ത കുറച്ച് കാര്യങ്ങൾ നോക്കിക്കോളൂ. അതായത് അന്യപദാർത്ഥ പ്രധാന സമാസഃ കിം. അന്യപദാർത്ഥ പ്രധാനമായ സമാസം ഏതാണ്? ബഹുവ്രീഹിയാണ്. അപ്പോൾ അന്യപദാർത്ഥ പ്രധാനം ബഹുവ്രീഹി. ത്രിഭുവനം അതൊരു സമാസം. എന്താണ് ഇവിടെ ത്രീ എന്നുള്ളത് പൂർവ്വപദമാണ് അല്ലേ? ത്രിഭുവനം. ആ പൂർവ്വപദത്തിന് സംഖ്യാവാചിയായി വരുന്നത് കൊണ്ട് അതെന്താണ്? ദിഗുസമാസമാണ്. ദിഗുസമാസം. ത്രിഭുവനം ദിഗുസമാസം. ഉത്തരപദാർത്ഥ പ്രധാന സമാസം ഏതാണ്? തത്പുരുഷ. ഉത്തരപദാർത്ഥ പ്രധാനം. അതിന് 7 തരത്തിലുണ്ട്. അത് വിഭക്തിക്കനുസരിച്ച് പ്രഥമ ദ്വിതീയ അങ്ങനെ 7 വിഭക്തികളനുസരിച്ച് തത്പുരുഷം വരും. ദ്വിതീയ തത്പുരുഷ, തൃതീയ തത്പുരുഷ, അങ്ങനെ വരുന്നു. ഇനി പൂർവ്വപദാർത്ഥ പ്രധാന സമാസം. പൂർവ്വപദത്തിന് പ്രാധാന്യമുള്ള സമാസം, പൂർവ്വപദത്തിൻ്റെ അർത്ഥത്തിന് പ്രാധാന്യമുള്ള സമാസമാണ് അവ്യയീഭാവ. പൂർവ്വപദം എപ്പോഴും എങ്ങനെയായിരിക്കും? ഒരു അവ്യയമായിരിക്കും. അവ്യയം എന്നൊക്കെ എല്ലാം ക്ലാസ് എടുത്തതാണ്. അപ്പോൾ അതിൽ അവ്യയം വരികയും ചെയ്യും പൂർവ്വപദത്തിൽ. അതിനാണ് അതിൻ്റെ അർത്ഥത്തിനാണ് പ്രാധാന്യം. ഉദാഹരണം നോക്കൂ. യഥാശക്തി. യഥാ എന്നൊരു അവ്യയമാണ്. യഥാരൂപം. യഥാശക്തി, ശക്തി അനതിക്രമ്യ എന്നാണ് അർത്ഥം. യഥാരൂപം, രൂപം അനതിക്രമ്യ. അപ്പോൾ അങ്ങനെ വരുന്നത് പൂർവ്വപദം അവ്യയമായി വരുമ്പോഴത്തേക്ക് അതെന്താ? അവ്യയീഭാവ സമാസം. ഈ ചക്രപാണി കേൾക്കുമ്പോൾ തന്നെ അറിയാലേ. ചക്രം പാണോ യസ്യ സഹ. ചക്രം പാണിയിലുള്ളവൻ ആരോ അവൻ. അപ്പോൾ അന്യപദമല്ലേ അത്? അതെന്താണ്? അത്ര സമാസം കിം ബഹുവ്രീഹി എന്ന് പറയുമ്പോൾ അന്യപദാർത്ഥ പ്രധാനം. അപ്പോൾ ഇങ്ങനെ കുറേ. അപ്പോൾ ഇതുള്ള എല്ലാം നോക്കുക. സന്ധി, സമാസം ഇതെല്ലാം ഞാൻ ക്ലാസ് നേരത്തെ എടുത്തിട്ടുണ്ട്. ഇതെല്ലാം നിങ്ങൾ അതിൽ കേൾക്കേണ്ട ധാരാളമായിട്ട് ഉദാഹരണങ്ങളും എല്ലാം അതിനകത്ത് കാണും. വിസർഗസന്ധി, പിന്നെ സ്വരസന്ധി, വ്യഞ്ജനസന്ധി, സമാസം എല്ലാം ഉണ്ട്. അപ്പോൾ എല്ലാം പോയി കാണുക. ഏതായാലും കേട്ടക്ക് എക്സാമിനേഷൻ എഴുതാൻ പോകുന്ന എല്ലാ കുട്ടികൾക്കും എൻ്റെ എല്ലാവിധ അനുഗ്രഹങ്ങളും. നന്നായി പരീക്ഷ എഴുതാൻ കഴിയട്ടെ. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ പൂർണ്ണമാകുന്നു. അടുത്ത ക്ലാസ്സിൽ ഒരു പുതിയ ക്ലാസ്സുമായി വരുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.